ഹലോ എവരിവൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് ക്ലാസ് കഴിഞ്ഞല്ലേ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. കണ്ടാൽ മാത്രം പോരല്ലോ, പഠിക്കും കൂടിയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് പാർട്ട് ഓഫ് കറണ്ട് അഫയേഴ്സിലാണ് പോകുന്നത്. ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ ഫ്രണ്ടിൽ CGLും MTSും തുടങ്ങിയ ഒത്തിരി എക്സാംസ് വരെ, NTPC തുടങ്ങിയ ഒത്തിരി എക്സാംസ് വരെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ആ ഒരു ജനറൽ അവയർനെസ്സിനകത്ത് നിങ്ങൾക്ക് ഒരു 5-6 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് അത്രയും മാർക്ക് അല്ലെങ്കിൽ അത്രയും സ്കോർ കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരും. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റംസാർ സൈറ്റ്സ് എന്ന്. റംസാർ സൈറ്റ്സ് എത്ര ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? 82 എന്നാണ് അല്ലേ നമ്മൾ പഠിച്ചത്. 82 റംസാർ സൈറ്റ്സ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ എന്ത് ചെയ്തു, ഒരു 3 സൈറ്റ്സും കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 85 റംസാർ സൈറ്റ്സ് ആണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. ഓക്കെ, അപ്പോൾ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് ആയിട്ടുള്ള ഭൂപേന്ദ്ര യാദവ് ആണ് ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടൽ ഇന്ത്യക്ക് 85 റംസാർ സൈറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മേ ബി ഒരു 2 ദിവസം മുന്നേ വരെ നിങ്ങൾ 82 എന്നാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, മനഃപൂർവ്വം 82 തന്നെ ഓപ്ഷനിൽ ഇടുകയും ചെയ്യും. അപ്ഡേറ്റ് ആയവർ മാത്രം ആൻസർ ചെയ്താൽ മതി എന്നുള്ള ഒരു രീതിയിൽ അവർ അതും കൂടി ചേർത്തേ ഇടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, 82 ആൻസർ കൊടുക്കും. ആൻസർ എന്ത് ചെയ്യും, തെറ്റിപ്പോവും അല്ലേ. അപ്പോൾ 85 ആണ് അപ്ഡേറ്റഡ് ആയിട്ട് ഇരുന്നോളൂ. 85 റംസാർ സൈറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കറണ്ട് അഫയേഴ്സിൻ്റെ. നമ്മൾ എന്ത് ചെയ്യും, പഠിക്കുന്ന പല കാര്യങ്ങളും കറണ്ട് അഫയേഴ്സിൽ പഠിക്കുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യും, ചേഞ്ച് ആവും അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോട്ടൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് നീറ്റായിട്ട് ഒരു നോട്ടൊക്കെ സെറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കുന്ന അല്ലെങ്കിൽ ശനി വരെ പഠിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഞായറാഴ്ച റിവിഷൻ ഡേ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മേ ബി ഇത് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അപ്ഡേറ്റഡ് ആയിട്ട് നോട്ട് സെറ്റ് ചെയ്തോളുക. അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇന്ത്യാസ് ലോങ്ങസ്റ്റ് കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജ് ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ ഒരു നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇനി CGL ഉണ്ട്, MTS ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു എക്സാം ഹാളിൽ നിങ്ങൾ ഇരിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ കറണ്ട് അഫയേഴ്സിൻ്റെ സെക്ഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യും? അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോകുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യും? നിങ്ങളൊരു 30 മിനിറ്റ് ആയിരിക്കും നിങ്ങൾ ആ ഒരു ചാനലിൽ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും ആ ഒരു 30 മിനിറ്റ് നിങ്ങൾക്കൊരു മോക്ക് പോലെ സെറ്റ് ചെയ്യുക. നിങ്ങളിത് നോക്കുമ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ, A ആണോ B ആണോ C ആണോ എന്ന് നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തതിൽ ഏതാണ് ഓപ്ഷൻ എന്ന് കമൻറ്റ് ചെയ്തോളുക. അപ്പോൾ നിങ്ങളെ മനസ്സിലൊന്ന് സെറ്റ് ചെയ്തേക്കുക. ഇനി ഓപ്ഷൻ തെറ്റാണോ ശരിയാണോ നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്തതെന്ന് നിങ്ങളൊന്ന് വെരിഫൈ കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജ് എവിടെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്? ആൻസർ എന്താണെന്നറിയോ? ആൻസർ ഗുജറാത്താണ് കേട്ടോ. ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജ് ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ പേരെന്താണെന്നറിയാവോ? ആ ബ്രിഡ്ജിൻ്റെ പേരാണ് സുദർശൻ ബ്രിഡ്ജ് അല്ലെങ്കിൽ സുദർശൻ സേതു. ഓക്കെ, ബ്രിഡ്ജിൻ്റെ ഒരു സാൻസ്ക്രിറ്റ് നെയിമാണല്ലേ സേതു എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ സേതു, രാമസേതു എന്നൊക്കെ പറയുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ പേരെന്താണ്? സുദർശൻ സേതു. ബ്രിഡ്ജിൻ്റെ പേരെന്താണ്? സുദർശൻ സേതു. അത് ആരാണ് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്? PM മോദിയാണ് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, PM മോദിയാണ് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. സുദർശൻ സേതു ബിൽഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനാഗുറേറ്റ് ചെയ്യുന്ന സമയത്ത് ആരാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്? അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ
കേൾക്കുമ്പോൾ സുദർശൻ സേതു എന്നുള്ളത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താ ഒരു പഴയ പേര് പോലെ തോന്നും അല്ലേ. അപ്പോൾ പഴയ ഏതോ പ്രൈം മിനിസ്റ്റർ ആണ് ഉണ്ടായിരുന്നത് എന്നുള്ള ചിന്തയിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. എക്സാം ഹോളിലിരിക്കല്ല, ആ ഒരു ടെൻഷനിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാം അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? PM മോദിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിൽ തന്നെ ദ്വാരകയിലാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്തിലാണ്. ആ ഗുജറാത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്വാരകയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ പ്ലേസസിനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്ത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? ഓഖ മെയിൻലാൻഡ് ആൻഡ് ബെയ്ത് ദ്വാരക ഐലൻഡ്. ബെയ്ത് ദ്വാരക ഐലൻഡിനെയും അതുപോലെ ഓഖ മെയിൻലാൻഡിനെയാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. ഏത് ബ്രിഡ്ജ്? ഇന്ന് മേ ബി ഇങ്ങനെയും ചോദിക്കാം. ഓഖ മെയിൻലാൻഡ് ആൻഡ് ബെയ്ത് ദ്വാരക ഐലൻഡിനെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജിന്റെ പേരെന്താണ്? എന്താണ്? സുദർശൻ സേതു എന്നാണ് പേര്. ഓക്കെ, ഇനി അതിൻ്റെ ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ്? 2.32 കിലോമീറ്റേഴ്സ് ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ 2.8 എന്നോ 9 എന്നോ അങ്ങനെയൊക്കെ തരാം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യണം? 2.32 കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് ചൂസ് ചെയ്യുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലോങ്ങസ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ആണ് അല്ലേ. ലോങ്ങസ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കൊടുക്കുക? സുദർശൻ സേതു എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാന്ന് കൊടുക്കുക? അഞ്ചി ഘാത് ബ്രിഡ്ജ് ആണ് കേട്ടോ. ഏതാണ്? അഞ്ചി ഘാത് ബ്രിഡ്ജ് ആണ്. ലോങ്ങസ്റ്റ് അല്ല, ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അഞ്ചി ഘാത് ആണ്. ലോങ്ങസ്റ്റ് ചോദിച്ചാലാണ് ഏത് കൊടുക്കേണ്ടത്? സുദർശൻ സേതു കൊടുക്കേണ്ടത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി പീപ്പിൾ അവാർഡഡ് വിത്ത് ദ ഭാരതരത്ന അവാർഡ് 2024? 2024 ഭാരതരത്ന അവാർഡ് എത്ര പേർക്കാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. എത്ര പേർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഈ ഭാരതരത്ന എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് അല്ലേ. ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരതരത്ന എന്ന് പറയുന്നത്. അപ്പോൾ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള ഭാരതരത്ന അവാർഡ് എത്ര പേർക്കാണ് 2024 കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2024 കിട്ടിയിട്ടുള്ളത് എത്ര പേർക്കാണ്? 5 പേർക്കാണ് കേട്ടോ. എത്ര പേർക്കാണ്? 5 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരൊക്കെയാണ്? ഒന്നാമത്തെ ആളാണ് കർപ്പൂരി താക്കൂർ. ഓക്കെ, ഒന്നാമത്തെ ആളാണ് ആര്? കർപ്പൂരി താക്കൂർ. രണ്ടാമത്തെ ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LK അദ്വാനി. ഓക്കെ, രണ്ടാമത്തെ ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? LK അദ്വാനി. മൂന്നാമത്തെ ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MS സ്വാമിനാഥൻ. നാലാമത്തത് PV നരസിംഹറാവു. അഞ്ചാമത്തത് ചൗധരി ചരൺ സിംഗ്. ഓക്കെ, ആരൊക്കെയാണ്? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. കർപ്പൂരി താക്കൂർ, LK അദ്വാനി, MS സ്വാമിനാഥൻ, PV നരസിംഹറാവു, അതുപോലെ ചൗധരി ചരൺ സിംഗ്. ഇവരെ പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞു തരട്ടെ. ഒരു കോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ? നിങ്ങൾ ഇതിന് മുന്നേ നമ്മൾ ഭാരതരത്ന പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മൾ ആ ഒരു കോഡ് പറഞ്ഞൊരു ഷോർട്സ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ എന്താണ് ആ കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിക്കുന്നവൻ കർപ്പൂരം ചരണങ്ങളിൽ വെച്ച് നരസിംഹസ്വാമിയെ എന്ത് ചെയ്യും? തൊഴുന്നു. ഇങ്ങനെയാണ് കോഡ്. ഓക്കെ, അപ്പോൾ ആ കോഡ് വെച്ച് നോക്കിയേ. അധ്വാനിക്കുന്നവൻ LK അദ്വാനി. ഓക്കെ, എന്താ? കർപ്പൂരം കത്തിച്ച് കർപ്പൂരി താക്കൂർ. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യും? ചരണങ്ങളിൽ ചൗധരി ചരൺ സിംഗ്. നരസിംഹസ്വാമി, നരസിംഹ എന്ന് പറയുമ്പോൾ നരസിംഹറാവു. സ്വാമി MS സ്വാമിനാഥൻ. 5 പേരെയും പഠിച്ചോ നിങ്ങൾ? 5 പേരെയും പഠിച്ചോ? ഇനി ഈ 5 പേരെ പഠിച്ചാൽ മാത്രം പോരെ, എന്തും കൂടെ ചെയ്യണം. ആരാന്നൊക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കുക. കഴിഞ്ഞ CHSL ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്? കഴിഞ്ഞ സെലക്ഷൻ പോസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഏതാണെന്നുള്ളത്. ഭാരതരത്ന ആയിരുന്നു ആൻസർ. അതുപോലെ CHSLൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്താ? BJP പ്രവർത്തകനായിട്ടുള്ള ആർക്കാണ് ഭാരതരത്ന അവാർഡ് കിട്ടിയിട്ടുള്ളത്? നമുക്കറിയാം ഈ 5 പേർക്കും ഭാരതരത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 5 പേരെ ഓപ്ഷനിൽ തന്നേക്കുക. നമുക്ക് കൺഫ്യൂഷൻ, ഈ 5 പേർക്കും ഭാരതരത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ BJP പ്രവർത്തകൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? LK അദ്വാനിയാണ് കേട്ടോ. LK അദ്വാനിയാണ് BJP പ്രവർത്തകൻ. അപ്പം നമുക്ക് നോക്കാം ഇവർ ആരൊക്കെയാണെന്ന്. ആദ്യത്തത് കർപ്പൂരി താക്കൂർ, 11th ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ ആണ്. ആരെന്ന് പറയുന്നത്? കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത്. 11th ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ ആണ് കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത്. അതുപോലെ LK അദ്വാനി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7th ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അതോടൊപ്പം തന്നെ ഫൗണ്ടർ ഓഫ് BJP കൂടെയാണ്. ഓക്കെ, 7th ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് LK അദ്വാനി. അതോടൊപ്പം തന്നെ BJP ഫൗണ്ടർ കൂടിയാണ്. ഓക്കെ, ഇനി MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ ആരാണ്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആണ്. MS സ്വാമിനാഥൻ ആരാണ്?
ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് എം.എസ്. സ്വാമിനാഥൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നയൻത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് ആരെന്ന് പറയുന്നത്? പി.വി. നരസിംഹറാവു എന്ന് പറയുന്നത്. പി.വി. നരസിംഹറാവു നയൻത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഫിഫ്ത്ത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? ചരൺ സിംഗ്. ഓക്കെ, ചൗധരി ചരൺ സിംഗ് ആണ് ഫിഫ്ത്ത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. ആരൊക്കെയാണ്? കർപ്പൂരി താക്കൂർ, എൽ.കെ. അദ്വാനി, എം.എസ്. സ്വാമിനാഥൻ, പി.വി. നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്. ഓക്കെ ആണോ? ഇനി നമ്മൾ പറഞ്ഞു ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഏതെന്ന് പറയുന്നത്? ഭാരതരത്ന. അത് ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 1954. ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 1954 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ആദ്യമായിട്ട് ഭാരതരത്ന അവാർഡ് കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് നോക്കിയേ നിങ്ങൾ. സി രാജഗോപാലാചാരി, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, സി.വി. രാമൻ. ആർക്കൊക്കെയാണ്? ശ്രീ രാജഗോപാലാചാരി, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ സി.വി. രാമൻ. ഇവർക്ക് ഇത്രയും പേർക്കാണ് ഫസ്റ്റ് ആദ്യമായിട്ട് ഭാരതരത്ന അവാർഡ് കിട്ടുന്നത്. 2024 ഭാരതരത്ന അവാർഡ് എത്ര പേർക്ക് കിട്ടി? 5 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റീസെൻ്റ്ലി ഹു ഹാസ് റിസീവ്ഡ് 58th ജ്ഞാനപീഠ് അവാർഡ് 2023? 2023 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആർക്കാണെന്ന് നോക്കിയേ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ ഏതാ കൊടുക്കുക? നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ്? 58th ജ്ഞാനപീഠ പുരസ്കാരമാണ് കേട്ടോ. 58th ജ്ഞാനപീഠ പുരസ്കാരമാണ് 2023 കൊടുത്തിട്ടുള്ളത്. 2023 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? ആരാണ്? ജഗദ്ഗുരു രാമഭദ്രാചാര്യ. ജഗദ്ഗുരു രാമഭദ്രാചാര്യ. അപ്പോൾ ഒരാളും കൂടി ഉണ്ട്. ആരാ? ഗുൽസർ. ഈ 2 പേർക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണ്? ജഗദ്ഗുരു രാമഭദ്രാചാര്യയും അതുപോലെ തന്നെ ഗുൽസറിനും എന്ത് കിട്ടിയിട്ടുണ്ട്? ജ്ഞാനപീഠ പുരസ്കാരം. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി. ഡി ആണ് ആൻസർ അല്ലേ? അപ്പോൾ നമ്മൾ നോക്കണം ഈ ജഗദ്ഗുരു. ഓക്കെ, അപ്പം നമ്മൾ നോക്കണം ജഗദ്ഗുരു രാമഭദ്രാചാര്യൻ ആരാണ്? സാൻസ്ക്രിറ്റ് സ്കോളറാണ് ജഗദ്ഗുരു രാമഭദ്രാചാര്യ. അപ്പോൾ ഗുൽസർ ആരാണ്? ഉറുദു പോയറ്റ് ആൻഡ് ലിറിക്കിസ്റ്റ് ആണ് ഗുൽസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവർക്ക് 2 പേർക്കുമാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? 2023 58ാമത് എന്ത് കിട്ടിയിട്ടുള്ളത്? ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഇനി ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി ശങ്കരക്കുറുപ്പിനാണ്. 1965 അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുള്ളത്? ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഇനി എത്രയാണ് പ്രൈസ് മണിയും ചോദിക്കുകയാണെങ്കിൽ 11 ലക്ഷം രൂപയാണ് പ്രൈസ് മണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് അല്ലേ ഭാരതരത്ന അവാർഡ്. അപ്പോൾ ഹയസ്റ്റ് ഇന്ത്യൻ ലിറ്റററി അവാർഡ് ഏതാണ്? ഓൾഡസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ഇന്ത്യൻ ലിറ്റററി അവാർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജ്ഞാനപീഠ പുരസ്കാരമാണ്. ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് എന്തെന്ന് പറയുന്നത്? ഭാരതരത്ന. ഹയസ്റ്റ് ലിറ്റററി അവാർഡ്, ഇന്ത്യൻ ലിറ്റററി അവാർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജ്ഞാനപീഠ പുരസ്കാരമാണ്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഹു ഹാസ് സ്വോൺ ആസ് ദ വിജിലൻസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ? വിജിലൻസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇവരിൽ ആരാണെന്ന് നിങ്ങൾ നോക്കിയേ. എസ് രാജീവ് ആണോ? പ്രവീൺ കുമാർ ശ്രീവാത്സവ ആണോ? സുശീൽ കുമാർ ആണോ? ആനന്ദ് കപൂർ ആണോ? ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഏതാണ് നോക്കിയേ? വിജിലൻസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. വിജിലൻസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആയിട്ട് ആർക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്? ഇവരിൽ ആർക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്? അപ്പോൾ ആൻസർ ഏതാ നമ്മൾ പോവുക? ഇവരിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? AS രാജീവ് ആണ് കേട്ടോ. ഇവരിൽ ആരാന്ന് ചോദിച്ചാൽ AS രാജീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിക്ക് അടിച്ചല്ലേ ഇവരിൽ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AS രാജീവ്. അപ്പോൾ ഇനിയും ആളുണ്ടോ അല്ലേ? ഇനിയും ആളുണ്ടായിരുന്നെങ്കിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഓപ്ഷനിൽ എന്ത് ചെയ്താനേ? അത് 2 സെലക്ട് ആയാനേ എന്നല്ലേ അർത്ഥം. അപ്പോൾ നമുക്ക് ആരാന്ന് നോക്കാം. ഇനി നെക്സ്റ്റ് ആരാന്ന് നോക്കാം.
മൊത്തത്തിൽ 3 പേരാണ് ഇതിൽ വരുന്നത്. ആദ്യത്തേതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ. നമ്മൾ ചെയർപേഴ്സൺ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാത്സവയാണ്. ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാത്സവയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി താഴെ വരുന്ന വിജിലൻസ് കമ്മീഷണർ മെമ്പേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? AS രാജീവും അതുപോലെ അരവിന്ദ കുമാർ. ഓക്കെ, ആരാണ്? അരവിന്ദ കുമാർ. ഓക്കെ, അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവീൺ കുമാർ ശ്രീവാത്സവയാണ്. വിജിലൻസ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരുണ്ട്. ആരൊക്കെ? AS രാജീവും അരവിന്ദ് കുമാറും. ഓക്കെ, അപ്പോൾ AS രാജീവ് ഫെബ്രുവരി 9, 2024 എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇവരുടെ ഡ്യൂട്ടി എന്താണെന്നറിയാമോ? ഗവൺമെന്റൽ കറപ്ഷനെ എന്ത് ചെയ്യുക? അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. CVCയുടെ ഡ്യൂട്ടി എന്താണ്? ഗവൺമെന്റൽ കറപ്ഷൻസ് എന്ത് ചെയ്യുക? അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഏത് വർഷമാണ് ഇവർ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1964. ഓക്കെ, 1964 എന്ത് ചെയ്തിട്ടുള്ളത്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ത് ചെയ്തിട്ടുള്ളത്? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1965 നമ്മൾ എന്തോ പഠിച്ചല്ലേ? ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ GV ശങ്കരക്കുറുപ്പിന് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? G ശങ്കരക്കുറുപ്പ് അല്ലേ? അപ്പോൾ ആൾക്ക് 1965 കിട്ടിയിട്ടുള്ളത്. 1965 ഈ പറയുന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, G ശങ്കരക്കുറുപ്പിന് 1965 കിട്ടിയിട്ടുള്ളത്. 1964 എന്ത് സംഭവിച്ചു? CVC എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഇനി ഇത് ആരാണ് റെക്കമെൻഡേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ ആരുടെ റെക്കമെൻഡേഷനിലാണ് ഇത് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ, കമ്മിറ്റി ഓൺ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ്റെ ഹെഡഡ് ബൈ കെ സന്താനത്തിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഹെഡ് ആരാണ്? കെ സന്താനം ഹെഡായിട്ടുള്ള കമ്മിറ്റി ഓൺ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് റെക്കമെൻഡേഷൻ, അവരുടെ റെക്കമെൻഡേഷനാണ് ഇത് പോകുന്നത് അല്ലേ? ഇനി ഈ പറയുന്ന റിപ്പോർട്ടൊക്കെ ആർക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കാണ് കൊടുക്കുന്നത്? പ്രസിഡന്റിനാണ് കൊടുക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? പ്രസിഡന്റിനാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രസിഡന്റ് തന്നെയാണ്. ബട്ട് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ 3-member കമ്മിറ്റി, ഒരു 3 member കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ഈ പറയുന്ന സെൻട്രൽ വിജിലൻസ് കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പ്രസിഡന്റ് തന്നെയാണ്. പക്ഷെ ഒരു 3-member കമ്മിറ്റി കൂടിയുണ്ട്. ഓക്കെ, 3 member കമ്മിറ്റി കൂടിയുണ്ട്. എന്തിന്? ഈ പറയുന്ന റെക്കമെൻഡേഷൻ കൊടുക്കാൻ. അവർ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. അത് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ആളാണ് പ്രൈം മിനിസ്റ്റർ. ഓക്കെ, രണ്ടാമത്തെ ആളാണ് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്. മൂന്നാമത്തെ ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്പോസിഷൻ ഇൻ ദ ലോക്സഭയിൽ നമ്മുടെ ഒപ്പോസിഷൻ ആരാണോ അയാളും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിജിലൻസ് കമ്മീഷണറെ എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആളാരാണ്? പ്രൈം മിനിസ്റ്റർ. രണ്ടാമത്തെ ആളാരാണ്? ഹോം അഫയേഴ്സിൻ്റെ മിനിസ്റ്റർ. മൂന്നാമത്തെ ആളാരാണ്? ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ. ഒപ്പോസിഷനിലെ ലോക്സഭയിലെ ലീഡർ ആരാണോ അയാളുടെ കൂടെ സാന്നിധ്യത്തിലാണ് ഈ കാര്യം തീരുമാനിക്കുന്നത്. അപ്പോയിന്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് തന്നെയാണ്. ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ ആർക്കാ പോകുന്നത്? പ്രസിഡന്റിനാണ് പോകുന്നത്. ആരുടെ റെക്കമെൻഡേഷനിലാണ് പോകുന്നത്? കമ്മിറ്റി ഓൺ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ഹെഡഡ് ബൈ കെ സന്താനം. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇനി ഇതിൻ്റെ ടേം എത്രയാണ്? എത്ര വർഷത്തേക്കാണ് ഇവർ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വർഷത്തേക്കാണ് എടുക്കുന്നത്. എത്ര വർഷത്തേക്കാണ് എടുക്കുന്നത്? 4 വർഷത്തേക്കാണ് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Who won the Best Actor Award at Dada Saheb Phalke International Film Festival 2024? International Film Festival Dada Saheb Phalke International Film Festival 2024 ബെസ്റ്റ് ആക്ടർ ആയിട്ട് ആർക്കാണ് വിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആർക്കാണെന്ന് നോക്കിയാൽ അല്ലു അർജുനാണോ, രൺബീർ കപൂറിനാണോ, അതോ ഷാറുഖ് ഖാനാണോ, അക്ഷയ് കുമാറിനാണോ? നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഒത്തിരി ഫിലിം അവാർഡ്സ് ഉണ്ട്. അതിൽ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ദാദാ സാഹേബ്
ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം അവാർഡ്സ്. ഓക്കെ, ദാദാ സാഹബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2024 ബെസ്റ്റ് ആക്ടർ ആരെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ് ആക്ടർ? ഷാറൂഖ് ഖാൻ ആണ് കേട്ടോ. ആരാണ് ആക്ടർ? ഷാറൂഖ് ഖാൻ ആണ്. ഏത് സിനിമയിൽ അഭിനയിച്ചതാണ് ഷാറൂഖ് ഖാനിന് കിട്ടിയെന്ന് അറിയാമോ? ജവാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജവാൻ ഫിലിമിൽ അഭിനയിച്ചതിനാണ് ഷാറൂഖ് ഖാൻ എന്ത് കിട്ടിയിട്ടുള്ളത്? ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി കൂടി അറിയണം. ബെസ്റ്റ് ആക്ട്രസ് ആരാണ്? റാണി മുഖർജിയാണ് ബെസ്റ്റ് ആക്ട്രസ്. ഓക്കെ, ആരാണ് ബെസ്റ്റ് ആക്ട്രസ്? റാണി മുഖർജിയാണ് ബെസ്റ്റ് ആക്ട്രസ്. മിസ്സിസ് ചാറ്റർജി ആൻഡ് നോർവ വേഴ്സസ് നോർവ എന്ന് പറയുന്ന ഫിലിമിലാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിട്ടുള്ളത് ആർക്ക്? റാണി മുഖർജിക്ക്. ബെസ്റ്റ് ഫിലിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവാൻ തന്നെയാണ്. 2 അവാർഡ്സ് ആണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ബെസ്റ്റ് ഫിലിമും കിട്ടിയിട്ടുണ്ട്, അതുപോലെ ബെസ്റ്റ് ആക്ടർ അവാർഡും ഈ ഫിലിമിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ബെസ്റ്റ് ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിമൽ ഫിലിം, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, രൺബീർ കപൂറിൻ്റെ അനിമൽ ഫിലിം ഡയറക്റ്റ് ചെയ്തതിന് സന്ദീപ് റെഡ്ഡിക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? അവാർഡ് കിട്ടിയിട്ടുള്ളത്. സന്ദീപ് റെഡ്ഡി വാങ്കയ്ക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? അനിമൽ ഫിലിം ഡയറക്റ്റ് ചെയ്തതിന് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ആ ഒരു പേര്, അവാർഡിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ദാദാ സാഹബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2024. ഓക്കെ ആണോ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് യൂണിവേഴ്സിറ്റി വൺ മാക്സിമം മെഡൽ അറ്റ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി 2024? ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2024 ഏത് യൂണിവേഴ്സിറ്റിയാണ് മാക്സിമം മെഡൽ നേടിയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് യൂണിവേഴ്സിറ്റിക്കാണ് കിട്ടിയിട്ടുള്ളത്? ജെയിൻ യൂണിവേഴ്സിറ്റി, പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി, ഒരു യൂണിവേഴ്സിറ്റി അല്ല എന്നാണ് പറയുന്നത്. ഏത് ഓപ്ഷനാണ് നിങ്ങളൊന്ന് ചൂസ് ചെയ്യുന്നത്? ഒന്നുകൂടി ചോദിക്കാം, ഏത് യൂണിവേഴ്സിറ്റിക്കാണ് മാക്സിമം മെഡൽ നേടിയിട്ടുള്ളത്? ഏത്? ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2024 ഏതാണെന്നറിയാമോ? ആൻസർ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ആൻസർ ഏതാണ്? ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിക്കാണ് മാക്സിമം അവാർഡ്സ് അല്ലെങ്കിൽ മാക്സിമം മെഡൽസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണോ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ചാണ് നടത്തിയിട്ടുള്ളത്? ഗുവാഹട്ടിയിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. എവിടെ വെച്ചാണ് നടത്തിയിട്ടുള്ളത്? ഗുവാഹട്ടിയിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. 4th എഡിഷൻ ആണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, എത്രാമത്തെ എഡിഷൻ ആണ്? 4th എഡിഷൻ ആണ് നടത്തിയിട്ടുള്ളത്. 4th എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2024 ആണ് നടന്നിട്ടുള്ളത്. 2024 4th എഡിഷൻ ആണ് നടന്നിട്ടുള്ളത്. ഗുവാഹട്ടിയിൽ വെച്ചാണ് നടത്തിയിട്ടുള്ളത്. ഏത് യൂണിവേഴ്സിറ്റിയാണ് വിൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ് മാക്സിമം മെഡൽ നേടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ഫസ്റ്റിൽ നിൽക്കുകയാണ്. അടുത്ത ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്. ഏത് യൂണിവേഴ്സിറ്റിയാണ്? ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്. ഈ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിൽ 32 ഗോൾഡ്, 28 സിൽവർ, 21 ബ്രോൺസ് ആണ് നേടിയിട്ടുള്ളത്. ഓക്കെ, ഏതാണ്? 32 ഗോൾഡ്, 28 സിൽവർ, 21 ബ്രോൺസ് ആണ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി നേടി. അവർ അത്രയും മാക്സിമം അവാർഡ് നേടി, മാക്സിമം മെഡൽസ് നേടിയെടുക്കുകയും ചെയ്തു. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ നെയിം ഓഫ് വേൾഡ്സ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ്? ലോകത്തിലെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കി, ഓപ്ഷൻ എ വുഡു സാറ്റ് ആണോ, ആസ്ട്ര സാറ്റ് ആണോ, ലിഗ്നോ സാറ്റ് ആണോ, അരിഹൻ സാറ്റ് ആണോ? നിങ്ങൾ ആ ഒരു എന്താ പറയുക ടെൻഷനിൽ അല്ലെങ്കിൽ ആ ഒരു എക്സാം ഹാളിൽ ഇരിക്കുകയാണ്, നിങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലാസ്റ്റ് മിനിറ്റ് കിട്ടുകയാണോ, ഒന്ന് കറക്കി കുത്താൻ കിട്ടുകയാണ്, നിങ്ങൾ ഏത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ചെയ്യുക വുഡു സാറ്റ് ആണല്ലേ, ലോകത്തിലെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റ്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ചാൻസ് ഏതാ? വുഡു സാറ്റലൈറ്റ് അല്ലേ? നിങ്ങൾക്ക് തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ ഒരു ഓപ്ഷൻ തരുള്ളൂ. ഓപ്ഷൻ തെറ്റാണ് കേട്ടോ, അത് നിങ്ങൾ നോക്കിയേ വേണ്ട. വുഡു സാറ്റ് നല്ല പേര്. ഇനി എന്താണ് പേര്? ലിഗ്നോ സാറ്റ് ആണോ, ആസ്ട്രോ സാറ്റ് ആണോ, അരിഹൻ സാറ്റ് ആണോ? ആൻസർ ലിഗ്നോ സാറ്റ് ആണ് കേട്ടോ. ആൻസർ ഏതാണ്? ലിഗ്നോ സാറ്റ് ആണ്. ജപ്പാനാണ് ഈ സാറ്റലൈറ്റ് എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. അത് ലോഞ്ച് ചെയ്യുന്ന ആ ഒരു എന്താ സ്പേസ് ഇത് ഏതാണ്? നാസയാണ് കേട്ടോ. ഏതാണ്? നാസയും നാസ ആൻഡ് ജാക്സ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ലോഞ്ച് ചെയ്യുന്നത്. ജപ്പാനാണ് ലോഞ്ച് ചെയ്യുന്നത്. സെപ്റ്റംബറിലാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പോൾ ഏതാണ് ആൻസർ? ലിഗ്നോ സൈറ്റ് ആണ് ലോകത്തിലെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റ്. ലോകത്തിലെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലിഗ്നോ സാറ്റ് ആണ്. ക്വസ്റ്റ്യൻ ഓക്കെ ആണോ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദ ഇന്ത്യ ഇൻ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024? ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണെന്ന് നോക്കിയേ, 80, 87, 85, 90. ഏതാണ് ആൻസർ നോക്കിയേ. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് അല്ലെങ്കിൽ എത്രാമത്തെ റാങ്കാണ്? നിങ്ങളാണെങ്കിൽ ഏത് ഓപ്ഷൻ കൊടുക്കും? 85 കേട്ടോ. ആൻസർ ഏതാണ്? 85 ആണ് കൊടുക്കേണ്ടത്. ആൻസർ ഏതാണ് കൊടുക്കേണ്ടത്? 85 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്ത്യക്ക് വിത്തൗട്ട് വിസ എത്ര കൺട്രീസിൽ പോകാൻ പറ്റുമെന്ന് അറിയാവോ? വിത്തൗട്ട് വിസ ഇന്ത്യക്ക് എത്ര കൺട്രീസിൽ പോവാം? 62 കൺട്രീസിൽ പോവാം. വിത്തൗട്ട് വിസ ഇന്ത്യക്ക് എത്ര കൺട്രീസിൽ പോവാം? 62 കൺട്രീസിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 85 ആണ്. വിത്തൗട്ട് വിസ ഇന്ത്യക്ക് 62 കൺട്രീസിൽ പോവാം. ഇനി പവർഫുൾ പാസ്പോർട്ട് ഇൻ ദ വേൾഡ് ഏതാണെന്നുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, പിന്നെ സിംഗപ്പൂർ, സ്പെയിൻ. ഏതൊക്കെയാണ്? ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, സിംഗപ്പൂർ ആൻഡ് സ്പെയിൻ. ഇത്രയുമാണ് എന്ത് ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ പാസ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ലാസ്റ്റിൽ വരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ആളാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡേറ്റാസ് ഒക്കെ ആരാ കൊടുക്കുന്നത്? ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ആണ് ഈ ഡേറ്റാസ് ഒക്കെ കൊടുക്കുന്നത്. ആരാണ് കൊടുക്കുന്നത്? ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ആണ് ഈ ഡേറ്റാസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 85th സ്ഥാനമാണ്. ഓക്കെ. ഇനി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡയിലെ മോൺട്രിയാലാണ് കേട്ടോ. മോൺട്രിയാൽ, കാനഡയിലെ മോൺട്രിയാലിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ അനുബന്ധിച്ച്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഫിലിം വൺ ബെസ്റ്റ് ഫിലിം അവാർഡ്സ് അറ്റ് ബഫ്ത അവാർഡ്സ് 2024? ഓക്കെ, ബഫ്ത അവാർഡ്സ് 2024 ബെസ്റ്റ് ഫിലിമാണ്. നമ്മൾ നേരത്തെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിൻ്റെ കാര്യം പറഞ്ഞല്ലേ. ഇനി അടുത്ത അവാർഡാണ് ബഫ്ത അവാർഡ്. അവിടെ ബെസ്റ്റ് ഫിലിം ഏതായിരുന്നു? ജവാനായിരുന്നു. ഇവിടെ ബെസ്റ്റ് ഫിലിം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതാണ് ബെസ്റ്റ് ഫിലിം എന്ന് നിങ്ങൾ നോക്കിയേ. ഏതാണ്? 77th ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡ് എന്നും ഇതിനെ പറയും കേട്ടോ. 77th ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡ് എന്നും ഈ പറയുന്ന ബഫ്ത അവാർഡ്സിനെ പറയും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫിലിം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഫിലിം ഏതാന്ന് നിങ്ങൾ നോക്കി കണ്ടുപിടിച്ച് പറഞ്ഞേ. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി, ഓപ്പൺ ഹൈമർ ആണ് കേട്ടോ. ഓപ്പൺ ഹൈമർ എന്ന് കേട്ടിട്ടുണ്ടാവോ? ഓപ്പൺ ഹൈമർ ആണ് ഏറ്റവും ബെസ്റ്റ് ഫിലിം ആയിട്ട് ബഫ്ത അവാർഡ് 2024 സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനെ എന്ത് പേരിലും അറിയപ്പെടും? 77th ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡ്സ് എന്നും പറയും. നിങ്ങൾക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം അല്ലേ? ബഫ്ത അവാർഡിന് പകരം ഈ ഒരു പേരും വരാം. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ബഫ്ത അവാർഡ് 2024 വിന്നർ ലിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബഫ്ത അവാർഡ് എന്നും പറയും. അതല്ലെങ്കിൽ എങ്ങനെയും പറയും? 77th ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡ്സ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ബെസ്റ്റ് ഫിലിം പറഞ്ഞു. ഇനി ബെസ്റ്റ് ആക്ടർ ആരാന്ന് നോക്കിയേ. ഓപ്പൺ ഹൈമറിൽ അഭിനയിച്ചതിന് വേണ്ടി തന്നെ സിലിയൻ മർഫിക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. ബെസ്റ്റ് ആക്ടർ അവാർഡ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? ഓപ്പൺ ഹൈമറിൽ അഭിനയിച്ചതിന് സിലിയൻ മർഫിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? എമാ സ്റ്റോണിന് പുവർ തിങ്സിൽ അഭിനയിച്ചതിനാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണോ? ഇനി ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഓപ്പൺ ഹൈമർ ആണല്ലോ ബെസ്റ്റ് ഫിലിം അവാർഡ്. അപ്പോൾ ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് അത് എടുത്തതിന് ക്രിസ്റ്റഫർ നോളനാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 3 അവാർഡ്സ് ആണ് ഓപ്പൺ ഹൈമറിനുള്ളത്. ബെസ്റ്റ് ഫിലിം അവാർഡുണ്ട്, ബെസ്റ്റ് ഡയറക്ടർ അവാർഡുണ്ട്, ബെസ്റ്റ് ആക്ടർ അവാർഡും ഉണ്ട് അല്ലേ. സിലിയൻ മർഫിക്ക് എന്ത് കിട്ടി? ഓപ്പൺ ഹൈമറിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അതുപോലെ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ക്രിസ്റ്റഫർ നോളന് കിട്ടി. ബെസ്റ്റ് ഫിലിം ഏതാണെന്ന് ചോദിച്ചാലും ഓപ്പൺ ഹൈമറാണ്. പുവർ തിങ്സിൽ അഭിനയിച്ചതിന് എമാ സ്റ്റോണിനാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? ക്വസ്റ്റ്യൻസ് ഒക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which space agency launched INSAT 3D satellite? INSAT 3D satellite ഏത് സ്പേസ് ഏജൻസിയാണ് ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് സ്പേസ് ഏജൻസിയാണ്? ISRO, JAXA, NASA, ESA.
നാസയും ജാക്സയും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു? അവർ മറ്റേ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പേസ് ഏജൻസി ലോഞ്ച് ചെയ്ത ഏത് സ്പേസ് ഏജൻസിയാണ്? ഇൻസാറ്റ് 3D സാറ്റലൈറ്റ്. ഏതാണ്? ഇൻസാറ്റ് 3D സാറ്റലൈറ്റ്. ഇൻസാറ്റ് 3D സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ? ISR ആണ്. ഏതാണ് ആൻസർ? ISR ആണ്. ISR ആണ് എന്ത് ലോഞ്ച് ചെയ്യുന്നത്? ഇൻസാറ്റ് 3D സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇൻസാറ്റ് 3D എന്ന് പറയുന്ന ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത് എന്ത് സാറ്റലൈറ്റ് ആണ്? വെതർ സാറ്റലൈറ്റ് ആണ്. എന്ത് സാറ്റലൈറ്റ് ആണ്? വെതർ സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. ആരാണ് ലോഞ്ച് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലോഞ്ച്ഡ് ബൈ ISR ആണ്. ഏത് റോക്കറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GSLV MK2 F-14 ആണ്. ഓക്കെ, GSLV MK2 F-14 റോക്കറ്റിലാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇനി അത് എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നത് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് അത് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസാറ്റ് 3DS എന്താ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് ഏത് സ്പേസ് ഏജൻസിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാസയാണ്. സോറി, ISR ആണ്. അത് എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീഹരിക്കോട്ട ഫ്രം ആന്ധ്രാപ്രദേശ് ആണ്. ആൻഡ് അത് ഏത് റോക്കറ്റിലാണെന്ന് ചോദിച്ചാൽ GSLV MK2 F-14 ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി. അടുത്ത സെക്ഷനിൽ നമ്മൾ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അഥവാ നിങ്ങൾക്ക് അതിലും ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലുണ്ട് ദിശ അക്കാഡമിയുടെ, അതിൽ ജോയിൻ ആയിട്ട് നിങ്ങൾക്ക് അവിടെയും ചോദിക്കാം. അവിടെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കറക്റ്റായിട്ട് റിവിഷൻ ചെയ്ത് പഠിച്ചോളാം. ഓക്കെ, റിവിഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ഓൺ ചെയ്ത് പോവുക. ഓക്കെ ആണോ നിങ്ങൾക്ക്? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.